അത്യുന്നതനായ ദൈവത്തിൻ്റെ ഉന്നതമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ തിരുവചന വായനാ ഭാഗത്തിനായിട്ട് 1 ശമൂവേൽ 25 മുതൽ 27 വരെയുള്ള അധ്യായങ്ങളാണ്. ദാവീദ് ഗോലിയാത്തിനെ ജയിച്ച അത്ഭുത വിജയമോ ശൗലിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട സംഭവങ്ങളോ പോലെ നാടകീയത നിറഞ്ഞ ഭാഗമല്ല ഈ അധ്യായങ്ങൾ. ഇവിടെ വലിയ യുദ്ധവിജയങ്ങളോ കണ്ണിനെ വിസ്മയിപ്പിക്കുന്ന അത്ഭുത ഇടപെടലുകളോ ഇല്ല. പകരം ദൈവം തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദാസൻ്റെ ആന്തരിക ജീവിതത്തെ പുതുക്കുകയും പലപ്പോഴും വേദനയിലൂടെയും രൂപപ്പെടുത്തുന്ന ആഴമുള്ള പ്രവൃത്തി നാം കാണുന്നു. ദാവീദ് ശമൂവേലിനാൽ ഇതിനകം അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. അവൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ദാവീദിൻ്റെ തലയിൽ കിരീടമില്ല. സിംഹാസനത്തിന് പകരം അവന് ഗുഹയാണ്. രാജകീയ വസ്ത്രങ്ങൾക്ക് പകരം അഭയാർത്ഥിയുടെ വസ്ത്രങ്ങളാണ് അവൻ ധരിക്കുന്നത്. ഒരു രാജ്യം ഭരിക്കുന്നതിന് പകരം കഷ്ടതയിലും തിരസ്കരണത്തിലും കഴിയുന്ന ഒരു ചെറിയ കൂട്ടത്തെ അവൻ മരുഭൂമിയിലൂടെ നയിക്കുന്നു. മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം വൈകുന്നത് പോലെ തോന്നാം. എന്നാൽ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഒന്നും വൈകുന്നില്ല. കിരീടം നൽകുന്നതിനേക്കാൾ അത് ധരിക്കുന്ന മനുഷ്യനെ ഒരുക്കുന്നതിനാണ് ദൈവം കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. സ്വഭാവശുദ്ധിയില്ലാത്ത ഒരാളുടെ കയ്യിലെ സിംഹാസനം ക്രൂരഭരണമായി മാറും. അതുകൊണ്ട് ദാവീദ് ഇസ്രായേലിനെ ഭരിക്കുന്നതിന് മുമ്പ് ദൈവം ആദ്യം ദാവീദിൻ്റെ ഹൃദയത്തെ ഭരിക്കേണ്ടതുണ്ടായിരുന്നു. ഈ 3 അധ്യായങ്ങൾ ഓരോ വിശ്വാസിയും കടന്നു പോകേണ്ടുന്ന 3 വലിയ പരീക്ഷണങ്ങളെ വെളിപ്പെടുത്തുന്നു. കോപത്തിൻ്റെ പരീക്ഷണം, ക്ഷമയുടെ പരീക്ഷണം, വിശ്വാസത്തിൻ്റെ പരീക്ഷണം. 25-ാമത്തെ അധ്യായം ഒരു ഗൗരവമേറിയ വാർത്തയോടെയാണ് ആരംഭിക്കുന്നത്. ശമൂവേൽ മരിക്കുന്നു. ദാവീദിനെ അഭിഷേകം ചെയ്തതും ഇസ്രായേലിനെ ആത്മീയമായി നയിച്ചതുമായ പ്രവാചകൻ ഇനിയില്ല. ദാവീദിന് ഒരു ആത്മീയ പിതാവിനെയും ഭൂമിയിലെ ഏറ്റവും വലിയ പ്രോത്സാഹന സ്രോതസ്സുകളിലൊന്നിനെയും നഷ്ടമാകുന്നു. ചിലപ്പോൾ മനുഷ്യരുടെ ആശ്രയം നഷ്ടപ്പെടുത്താൻ ദൈവം അനുവദിക്കുന്നത് നാം പൂർണ്ണമായി അവനിൽ ആശ്രയിക്കാൻ പഠിക്കേണ്ടതിനായിട്ടാണ്. തുടർന്ന് ദാവീദ് നാബാൽ എന്ന ധനികനെ കണ്ടുമുട്ടുന്നു. സമ്പത്ത് ധാരാളം ഉണ്ടായിരുന്നെങ്കിലും അവൻ്റെ ഹൃദയം ദാവീദ് താമസിച്ചിരുന്ന മരുഭൂമിയെപ്പോലെ തന്നെ വരണ്ടതായിരുന്നു. ദാവീദും അവൻ്റെ ആളുകളും നാബാലിൻ്റെ ഇടയന്മാരെയും ആടുകളെയും മരുഭൂമിയിൽ വിശ്വസ്തയോടെ സംരക്ഷിച്ചിട്ടും ഒരു സഹായം അഭ്യർത്ഥിച്ചപ്പോൾ നാബാൽ അവനെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്തു. അവൻ്റെ പേര് തന്നെ ഭോഷൻ എന്ന അർത്ഥം വഹിക്കുന്നു. അവൻ്റെ ജീവിതവും ആ പേരിന് യോജിച്ചതായിരുന്നു. ഇവിടെയാണ് ദാവീദിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വെളിപ്പെടുത്തുന്ന നിമിഷങ്ങളിലൊന്ന് നാം കാണുന്നത്. ശൗലിനെ കൊല്ലാൻ വിസമ്മതിച്ച അതേ ദാവീദ് ഒരു മനുഷ്യൻ്റെ അപമാനത്തെ തുടർന്ന് മുഴുവൻ കുടുംബത്തെയും നശിപ്പിക്കുവാൻ ഒരുങ്ങുന്നു. വികാര മുറിവുകൾ എത്ര വേഗത്തിലാണ് ആത്മീയ വിവേചനത്തെ മൂടിക്കെട്ടുന്നത്. പലപ്പോഴും ഉപദ്രവത്തിലൂടെ പരാജയപ്പെടുത്താൻ കഴിയാത്തിടത്ത് സാത്താൻ മുറിവേറ്റ അഹങ്കാരത്തിലൂടെ വിജയിക്കുന്നു. ശൗലിൻ്റെ കുന്തത്തിൽ നിന്ന് ഓടിപ്പോയപ്പോഴും ദാവീദ് വിശ്വസ്തനായിരുന്നു. എന്നാൽ മുറിവേറ്റ സ്വാഭിമാനത്തിൻ്റെ പേരിൽ അവൻ ഇടറാൻ പോകുകയായിരുന്നു. അത്തരം നിർണായക നിമിഷത്തിലാണ് ദൈവം അബീഗയിലിനെ അയക്കുന്നത്. അബീഗയിൽ ഒരു വിവേകവതിയായ സ്ത്രീ മാത്രമല്ല, അവൾ ദൈവകൃപയുടെ ഒരു ഉപകരണം കൂടിയായിരുന്നു. അവൾ ഭക്ഷണം മാത്രം കൊണ്ടുവന്നില്ല, വിവേകവും കൊണ്ടുവന്നു. അവളുടെ സൗമ്യതയും താഴ്മയും ദാവീദിൻ്റെ ജ്വലിച്ചുകൊണ്ടിരുന്ന കോപത്തെ ശമിപ്പിച്ചു. ദൈവം തന്നെയാണ് അവനെ രാജാവാക്കുക. അതുകൊണ്ട് അനാവശ്യ രക്തപാതകത്തിലൂടെ തൻ്റെ ഭാവി രാജത്വത്തെ കളങ്കപ്പെടുത്തരുതെന്ന് അവൾ ദാവീദിനെ ഓർമ്മിപ്പിച്ചു. ഇവിടെ കാണുന്ന മനോഹരമായ ഒരു സത്യം ഇതാണ്: നമുക്ക് തിരുത്താനാകാത്ത തെറ്റുകൾ ചെയ്യാതിരിക്കാൻ ദൈവം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അബീഗയിലുമാരെ അയക്കുന്നു. മറ്റൊരാളിലൂടെ സംസാരിക്കുമ്പോഴും ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിയാൻ പക്വതയുള്ള വിശ്വാസി പഠിച്ചിരിക്കും. ദാവീദ് ഉടൻ തന്നെ താഴ്മയോടെ പ്രതികരിക്കുന്നു. തൻ്റെ കോപത്തെ അവൻ ന്യായീകരിക്കുന്നില്ല. അബീഗയിലിനെ അയച്ചതിന് അവൻ ദൈവത്തോട് നന്ദി പറയുന്നു. അതാണ് അവൻ്റെ മഹത്വത്തിൻ്റെ തെളിവ്. അഹങ്കാരിയായ മനുഷ്യൻ ശാസനയെ നിരസിക്കും. ദൈവഭക്തൻ അത് സന്തോഷത്തോടെ സ്വീകരിക്കും. അല്പസമയത്തിന് ശേഷം ദൈവം തന്നെ നാബാലിനെ ന്യായം വിധിക്കുന്നു. അപ്പോൾ ഓരോ വിശ്വാസിയും പഠിക്കേണ്ട ഒരു വലിയ പാഠം ദാവീദ് മനസ്സിലാക്കുന്നു. നാം ദൈവത്തിനെ ഏൽപ്പിക്കുന്ന പോരാട്ടങ്ങളാണ് ദൈവം നമുക്ക് വേണ്ടി ഏറ്റെടുക്കുന്നത്.
നമ്മൾ തന്നെ പ്രതികാരം ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം ദൈവത്തെ പ്രവർത്തിക്കാൻ അനുവദിച്ചിരുന്നെങ്കിൽ എത്ര പശ്ചാത്താപങ്ങൾ നമുക്കൊഴിവാക്കാമായിരുന്നു. 26-ാമത്തെ അധ്യായം വീണ്ടും പരിചിതമായ ഒരു ദൃശ്യം അവതരിപ്പിക്കുന്നു. ശൗൽ വീണ്ടും ആയിരക്കണക്കിന് സൈനികരുമായി ദാവീദിനെ പിന്തുടരുന്നു. മനുഷ്യനോട്ടത്തിൽ സ്ഥിതി തീർത്തും നിരാശാജനകമാണ്. എന്നാൽ രാത്രിയിൽ ദൈവം ശൗലിനെയും സൈന്യത്തെയും ഗാഢനിദ്രയിൽ ആഴ്ത്തുന്നു. ദാവീദ് നിശബ്ദമായി പാളയത്തിൽ പ്രവേശിക്കുന്നു. ശൗൽ തലക്കരികിൽ കുന്തം നാട്ടിവെച്ച് സഹായമില്ലാതെ കിടക്കുകയാണ്. അപ്പോൾ അബീശായി, പലരും സാമാന്യബുദ്ധി എന്ന് വിളിക്കുന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. ഇന്ന് ദൈവം നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ദൈവം ഒരിക്കലും കൽപ്പിക്കാത്ത കാര്യങ്ങളെ സാഹചര്യങ്ങൾ ന്യായീകരിക്കുന്നത് പോലെ എത്ര തവണ നമുക്ക് തോന്നാറുണ്ട്. ഓരോ അവസരവും ദൈവഹിതമല്ല. തുറന്നിരിക്കുന്ന ഓരോ വാതിലും ദൈവത്തിൽ നിന്നുള്ളതല്ല. ചിലപ്പോൾ ഏറ്റവും വലിയ പരീക്ഷണം ഏറ്റവും എളുപ്പമുള്ള പരിഹാരത്തിൻ്റെ രൂപത്തിലാണ് വരുന്നത്. എന്നാൽ ദാവീദ് അത് നിരസിക്കുന്നു. എന്തുകൊണ്ട്? കാരണം ദാവീദ് ഒരു ആഴമുള്ള സത്യം മനസ്സിലാക്കിയിരുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഒരിക്കലും പാപകരമായ മാർഗങ്ങളിലൂടെ നിവർത്തിക്കപ്പെടേണ്ടതില്ല. ദൈവം തനിക്ക് രാജ്യം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ തൻ്റെ സമയത്ത് എല്ലാ തടസ്സങ്ങളും ദൈവം തന്നെ നീക്കുമെന്ന് ദാവീദ് വിശ്വസിച്ചു. അങ്ങനെ അവൻ സ്വയം ഉയർത്തിക്കൊള്ളാനുള്ള എളുപ്പവഴി ഉപേക്ഷിച്ച് കാത്തിരിപ്പിൻ്റെ പ്രയാസകരമായ വഴിയാണ് തിരഞ്ഞെടുത്തത്. അവൻ ശൗലിൻ്റെ കുന്തവും വെള്ളപാത്രവും മാത്രം എടുത്തു. അതിലൂടെ ശൗലിൻ്റെ നിസ്സഹായതയും തൻ്റെ നിരപരാധിത്വവും തെളിയിച്ചു. ആ കുന്തത്തിനൊരു പ്രത്യേക അർത്ഥമുണ്ട്. മുമ്പ് അത് ദാവീദിനെതിരായ ശൗലിൻ്റെ അക്രമത്തിൻ്റെ പ്രതീകമായിരുന്നു. ഇപ്പോൾ അതേ കുന്തം ദാവീദിൻ്റെ കയ്യിൽ യാതൊരു ദോഷവും ചെയ്യാതെ കിടക്കുന്നു. രാജാക്കന്മാരുടെയും രാജ്യങ്ങളുടെയും മേൽ പരമാധികാരം തനിക്കാണെന്ന് ദൈവം നിശബ്ദമായി തെളിയിക്കുകയായിരുന്നു. ദാവീദ് കുന്തം തിരികെ നൽകി. പക്ഷേ സിംഹാസനം സ്വന്തമാക്കാൻ അവൻ ശ്രമിച്ചില്ല. എത്ര അസാധാരണമായ ആത്മനിയന്ത്രണം! ലോകം അവസരങ്ങൾ പിടിച്ചടക്കുന്നവരെ പ്രശംസിക്കുന്നു, എന്നാൽ ദൈവം അവനുവേണ്ടി കാത്തിരിക്കുന്നവരെയാണ് ആദരിക്കുന്നത്. ദൈവം നിത്യമായ കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവനുവേണ്ടിയുള്ള കാത്തിരിപ്പ് ഒരിക്കലും വെറുതെയാകുന്നില്ല. 27-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഒരു പക്ഷേ ഈ അധ്യായം നമ്മെ ആശ്ചര്യപ്പെടുത്തിയേക്കാം. ഇത്രയും വിശ്വാസം പ്രകടിപ്പിച്ച ദാവീദ് പെട്ടെന്ന് തൻ്റെ ഹൃദയത്തിൽ പറയുന്നു, ഒരു ദിവസം ഞാൻ ശൗലിൻ്റെ കയ്യാൽ നശിച്ചു പോകും. ഈ വാക്കുകൾ എവിടെ നിന്നാണ് ആരംഭിച്ചതെന്ന് ശ്രദ്ധിക്കുക. ദൈവത്തിൽ നിന്നല്ല, ശമൂവേലിൽ നിന്നല്ല, ഒരു പ്രവാചകനിൽ നിന്നുമല്ല, ദാവീദിൻ്റെ സ്വന്തം ഹൃദയത്തിൽ നിന്നാണ്. പല ആത്മീയ പരാജയങ്ങളും പുറമേ പ്രകടമാകുന്നതിന് മുൻപ് മനസ്സിനുള്ളിൽ ആരംഭിക്കുന്നു. നാം നമ്മുടെ ഉള്ളിൽ നടത്തുന്ന സംഭാഷണങ്ങളിലാണ് അവയ്ക്ക് തുടക്കം. വർഷങ്ങൾക്ക് മുമ്പ് ദാവീദ് പറഞ്ഞിരുന്നു, സിംഹത്തിൻ്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ച യഹോവ ഈ ഫെലിസ്തീൻ്റെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കും. എന്നാൽ ഇപ്പോൾ അതേ ദാവീദ് വിശ്വാസത്തിൻ്റെ ഭാഷയല്ല, ഭയത്തിൻ്റെ ഭാഷയാണ് സംസാരിക്കുന്നത്. നിരുത്സാഹം ഇന്നലെയുടെ അത്ഭുതങ്ങളെ വളരെ ദൂരെയുള്ള ഓർമ്മകളാക്കും. ദൈവത്തോട് ആലോചിക്കാതെയാണ് ദാവീദ് ഫെലിസ്തീൻ ദേശത്തുള്ള ആക്കിഷ് രാജാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നത്. എത്ര വലിയ വിരോധാഭാസം! ഇസ്രായേലിനെ ദൈവം ആവർത്തിച്ച് വിടുവിച്ചിരുന്ന അതേ ഫെലിസ്തീനരുടെ ഇടയിലാണ് ദാവീദ് സുരക്ഷ തേടുന്നത്. ഭയം വിശ്വാസി ഒരിക്കലും പോകില്ലായിരുന്ന സ്ഥലങ്ങളിലേക്ക് അവനെ നയിക്കും. എന്നാൽ ഇവിടെയും ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള മനോഹരമായ ഒരു വെളിപ്പെടുത്തൽ നാം കാണുന്നു. ദാവീദ് വിവേകക്കുറവുള്ള തീരുമാനമെടുത്തപ്പോഴും ദൈവം തൻ്റെ നിയമത്തെ ഒരിക്കലും ഉപേക്ഷിച്ചില്ല. ദൈവത്തിൻ്റെ വിശ്വസ്തത ദാവീദിൻ്റെ പൂർണ്ണതയെ ആശ്രയിച്ചായിരുന്നില്ല, അത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു. ദാവീദിൻ്റെ വിശ്വാസം ക്ഷയിച്ചെങ്കിലും ദൈവത്തിൻ്റെ ഉദ്ദേശം ഒരിക്കലും ക്ഷയിച്ചില്ല. ആ നിയമം നിലനിന്നു, കാരണം ആ നിയമത്തിൻ്റെ അടിസ്ഥാനം ഒടുവിൽ ദൈവം തന്നെയായിരുന്നു. ഈ അധ്യായം എല്ലാ വിശ്വാസികൾക്കും വലിയ പ്രത്യാശ നൽകുന്നു. ക്ഷീണം വിവേകത്തെ മങ്ങിക്കുന്ന കാലങ്ങളുണ്ടാകും. പക്വതയുള്ള ക്രിസ്ത്യാനികൾ പോലും തളർന്നു പോകുന്ന നിമിഷങ്ങളുണ്ടാകും. ഭയം വിശ്വാസത്തെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്ന ദിവസങ്ങളുമുണ്ടാകും. എന്നാൽ നമ്മുടെ സുരക്ഷ ദൈവത്തെ നാം എത്ര ശക്തമായി പിടിച്ചിരിക്കുന്നു എന്നതിലല്ല, ദൈവം നമ്മെ എത്ര ഉറച്ചു പിടിച്ചിരിക്കുന്നു എന്നതിലാണ്. ഈ 3 അധ്യായങ്ങളും ഒരുമിച്ച് നോക്കുമ്പോൾ മനോഹരമായ ഒരു ആത്മീയ മാതൃക നമുക്ക് കാണാം. 25-ാം അധ്യായത്തിൽ ദാവീദ് തൻ്റെ കോപം ദൈവത്തിന് സമർപ്പിക്കാൻ പഠിക്കുന്നു. 26-ാം അധ്യായത്തിൽ തൻ്റെ സ്വയം പ്രതിഷ്ഠയും ആഗ്രഹവും ദൈവത്തിന് സമർപ്പിക്കാൻ പഠിക്കുന്നു. 27-ാം അധ്യായത്തിൽ തൻ്റെ ഭയം ദൈവത്തിന് സമർപ്പിക്കാൻ പഠിക്കുന്നു. ഇവ ദാവീദിൻ്റെ പോരാട്ടങ്ങൾ മാത്രമല്ല, നമ്മുടേതും തന്നെയാണ്. കോപം നമ്മോട് പറയുന്നു, സ്വയം പ്രതിരോധിക്കൂ. ആഗ്രഹം പറയുന്നു, സ്വയം ഉയർത്തിക്കോളൂ. ഭയം നമ്മോട് പറയുന്നു, സ്വയം രക്ഷിക്കൂ. എന്നാൽ വിശ്വാസം നമ്മളോട് പറയുന്നത് സ്വയം ദൈവത്തിന് സമർപ്പിക്കുവാൻ വേണ്ടിയാണ്.
മരുഭൂമി ദൈവത്തിൻ്റെ ശുദ്ധീകരണശാലയായി മാറുന്നു. സ്വർണം അഗ്നിയാൽ ശുദ്ധീകരിക്കപ്പെടുന്നു. സ്വഭാവം കാത്തിരിപ്പിലൂടെ ശുദ്ധീകരിക്കപ്പെടുന്നു. ദൈവം ദാവീദിൻ്റെ രാജത്വം വൈകിപ്പിക്കുകയായിരുന്നില്ല, അവൻ്റെ ഹൃദയത്തെ ആഴത്തിൽ രൂപപ്പെടുത്തുകയായിരുന്നു. ഈ അധ്യായങ്ങൾ നിശബ്ദമായി യേശുക്രിസ്തുവിലേക്കും വിരൽ ചൂണ്ടുന്നു. ദാവീദിനെ പോലെ യേശുവും ലോകം അംഗീകരിക്കുന്നതിന് മുമ്പേ അഭിഷിക്തനായ രാജാവായിരുന്നു. ദാവീദിനെ പോലെ അവനും സ്വന്തം ജനത്താൽ നിരസിക്കപ്പെട്ടു. ദാവീദിനെ പോലെ അവനും തെറ്റിദ്ധരിക്കപ്പെടുകയും പിന്തുടരപ്പെടുകയും ചെയ്തു. എന്നാൽ എല്ലാ കാര്യങ്ങളിലും യേശു ദാവീദിനേക്കാൾ ശ്രേഷ്ഠനായിരുന്നു. ദാവീദ് കോപത്തിന് കീഴടങ്ങാൻ ഏതാണ്ട് തയ്യാറായി. യേശു ഒരിക്കലും പാപം ചെയ്തില്ല. ദാവീദ് ചിലപ്പോഴൊക്കെ ഭയത്തിൽ തളർന്നു. യേശു തൻ്റെ പിതാവിൽ പൂർണ്ണമായി ആശ്രയിച്ചു. ദാവീദ് തൻ്റെ ശത്രുവിൻ്റെ ജീവൻ രക്ഷിച്ചു. യേശു തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി സ്വന്തം ജീവൻ തന്നെ നൽകി. ക്രൂശിൽ ദാവീദ് മുൻകൂട്ടി സൂചിപ്പിച്ചിരുന്ന സമ്പൂർണ്ണ രാജ്യം യേശുക്രിസ്തു വെളിപ്പെടുത്തി. ദാവീദ് തൻ്റെ ഭൗമിക സിംഹാസനത്തിനായി കാത്തിരുന്നു. ക്രിസ്തു തൻ്റെ സ്വർഗീയ മഹത്വ കിരീടം പ്രാപിക്കുന്നതിന് മുമ്പ് ക്രൂശ് സഹിച്ചു. ഇപ്പോൾ അവൻ ഓരോ ശിഷ്യനെയും മഹത്വത്തിലേക്ക് മാത്രമല്ല, വിശ്വാസം ശുദ്ധീകരിക്കപ്പെടുന്ന മരുഭൂമിയിലൂടെയും തന്നെ അനുഗമിക്കാൻ വിളിക്കുന്നു. ഈ അധ്യായങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾ പലപ്പോഴും കണ്ണുകൾക്ക് അദൃശ്യമായിരിക്കും എന്നതാണ്. താൻ മറ്റൊരു കഠിനകാലം അതിജീവിക്കുകയാണെന്ന് ദാവീദ് കരുതിയപ്പോൾ ദൈവം ഇസ്രായേലിൻ്റെ ഭാവി രാജാവിൻ്റെ ഹൃദയത്തെ നിശബ്ദമായി രൂപപ്പെടുത്തുകയായിരുന്നു. മരുഭൂമി ദൈവത്തിൻ്റെ പദ്ധതിക്ക് ഒരു തടസ്സമായിരുന്നില്ല, മറിച്ച് മരുഭൂമി തന്നെയായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. നമ്മുടെ ജീവിതത്തിലും അത് സത്യമാണ്. ദൈവം വൈകുന്നത് പോലെ തോന്നുമ്പോൾ അവൻ അകന്നു പോയിട്ടില്ല. പ്രാർത്ഥനകൾക്ക് മറുപടി വൈകുന്നത് പോലെ തോന്നിയാലും അവൻ്റെ വാഗ്ദത്തങ്ങൾ ജീവനോടെ ഉണ്ട്. ജീവിതം മറഞ്ഞിരിക്കുന്നത് പോലെ തോന്നിയാലും സ്വർഗം ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം തൻ്റെ ദാസന്മാരെ പരസ്യമായി ഉപയോഗിക്കുന്നതിന് മുൻപ് രഹസ്യമായി ഒരുക്കുന്നു. നമ്മുടെ കോപത്തെ ശുദ്ധീകരിക്കാനും ക്ഷമ പഠിപ്പിക്കാനും വിശ്വാസത്തെ ശക്തിപ്പെടുത്താനും ദൈവത്തെ അനുവദിച്ചാൽ ദൈവത്തോടൊപ്പം നടക്കുന്ന ഓരോ മരുഭൂമി യാത്രയും ഒടുവിൽ അവൻ്റെ സമ്പൂർണ്ണ ഉദ്ദേശത്തിൻ്റെ നിവൃത്തിയിലേക്കാണ് നമ്മെ നയിക്കുന്നതെന്ന് നാമും അനുഭവിച്ചറിയും. ഇന്ന് ഞാൻ ഏത് മരുഭൂമി പരീക്ഷണത്തിലൂടെയാണ് കടന്നു പോകുന്നത്? കോപമോ അക്ഷമയോ ഭയമോ? അതിലൂടെ എൻ്റെ സ്വഭാവത്തെ ദൈവം രൂപപ്പെടുത്താൻ ഞാൻ അനുവദിക്കുകയാണോ, അതോ അവൻ്റെ ശുദ്ധീകരണ പ്രവൃത്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണോ? ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ വൈകുന്നത് പോലെ തോന്നുമ്പോഴും തൻ്റെ ഉദ്ദേശം നിറവേറ്റുന്നതിന് മുൻപ് അവൻ എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് വിശ്വസിച്ച് അവൻ്റെ സമയത്തിനായി ഞാൻ ക്ഷമയോടെ കാത്തിരിക്കുമോ? ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.